നമുക്കൊന്നും നടക്കാൻ കഴിയുന്നില്ല, പോവാൻ കഴിഞ്ഞ മാസില് ഇങ്ങനെ കുത്തിയാ കടിക്കാൻ വരും. വകവരുത്തണമെന്നാ ഞാൻ പറയുന്നത്. മനുഷ്യന് അതുകൊണ്ടാണ് നായനെ കൊല്ലണ്ടാന്ന് ഇവർ പറയുന്നത്, വേറൊന്നുമല്ല. അല്ലെങ്കിൽ എന്താ നായനെ കൊന്നാലി? അല്ലെങ്കിൽ നായനെ കൊന്നവരുടെ ആകാശം ഇടിഞ്ഞു പോവോ? മനുഷ്യന് ശല്യമായ എന്താണോ അതിനെല്ലാം വകവരുത്തണമെന്നാ ഞാൻ പറയുന്നത്. മനുഷ്യന് അടങ്ങാറായിട്ട് മനുഷ്യന് ജീവിക്കാനാണ് ഇവിടെ. ഇത് മനുഷ്യനിക്ക് ഒരു വിലയുമില്ല, നായ്ക്കൾക്ക്. പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് ഈ മക്കളുടെ വാക്കുകൾ അധികാരികളിലേക്ക് എത്തിക്കണം പ്ലീസ്. ആദ്യം തന്നെ സങ്കടപ്പെടുത്തുന്ന വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വിഷമമുണ്ട്. എൻ്റെ മോന് സ്കൂൾ വിട്ട് വന്ന് കുളിക്കാതെയും നനക്കാതെയും ഭക്ഷണം കഴിക്കാതെ കളിക്കാൻ പോകും. പിന്നെ ആ മോനെയും കാത്ത് ഉമ്മ കാത്തിരിക്കുക, ഭക്ഷണവും വിളമ്പി. അത് നിങ്ങളുടെയൊക്കെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അതുപോലെ നമ്മുടെ മക്കളാണെന്ന് കരുതുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ മോന് വേണ്ടി ഭക്ഷണവുമായി കാത്തു നിൽക്കുക ആ ഉമ്മ. നേരം ഒരുപാടായിട്ടും മറ്റുള്ള മക്കളൊക്കെ വീട്ടിലേക്ക് വന്നിട്ടും ഈ മോനെ കാണാതെ ഉമ്മ ബേജാറാവുകയാണ്. നേരം സന്ധ്യയായി, ഇനിയും ഫസല് വീട്ടിലെത്തിയില്ല. അങ്ങനെയാണ് കൂടെ കളിച്ച കുട്ടികളോട് ചോദിക്കുന്നത്. അപ്പോഴാണ് കുട്ടികൾ ഈ വിവരം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മുടെ വീടുകളിലും നടക്കുന്ന സംഭവമാണ്. നമ്മുടെ മക്കളും പോകുന്നതാണ്, നമ്മളും അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതാണ്. ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ പടച്ച റബ്ബേ നെഞ്ച് പിടഞ്ഞുപോയി. മക്കൾക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചവനാണ് ഞാൻ. ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഇറക്കിയവനാണ് ഞാൻ. പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. ഈ മക്കളുടെ വാക്കെങ്കിലും നിങ്ങൾ കേൾക്കണം പ്ലീസ്. ചെറിയ മക്കളാണ് പള്ളിയിൽ പോകുന്നത്, അതും അതിരാവിലെ, പിന്നെ വൈകുന്നേരം സന്ധ്യാനേരത്തും. ആ സമയങ്ങളിലാണ് ഈ നായ്ക്കൾ കൂടുതലായി ഇറങ്ങുന്നത്. കാറിലും ബസ്സിലും ഫ്ലൈറ്റിലും പോകുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെ ഒന്നും ഈ നായ്ക്കൾ കാണുകയും ചെയ്യില്ല. ഈ പാവപ്പെട്ടവരായ നമ്മുടെ മക്കൾക്കാണ് ഈ ഗതികേടൊക്കെ. അവരുടെയൊക്കെ വീട്ടിൽ നായ്ക്കൾക്കായിട്ട് ഒരു റൂമാ, AC റൂം. അതിനെ നോക്കുവാനും ആളാ. ഇവരൊന്നും അതിനെ കണ്ടിട്ട് പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. ആ ഒരു നായ്ക്കൾക്ക് വേണ്ടിയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്, നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്ന്. അങ്ങനെ പറയുന്നവർ തന്നെ ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാക്കി തരണം. ആര് ജീവിക്കണമെന്ന് നിങ്ങൾ തന്നെ ഇതിനൊരു മറുപടി പറയണം. നായ്ക്കൾ ജീവിക്കണോ അല്ല മനുഷ്യർ ജീവിക്കണോ എന്ന്. നാട്ടുംപുറത്തൊക്കെ കുട്ടികൾ മരിച്ചങ്ങ് തീർന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നായ്ക്കളാ നമ്മുടെ നാട്ടിൽ. കുട്ടികളെ മദ്രസ കൊണ്ടുവിടുന്നതും കൊണ്ടാക്കുന്നതും നായ്ക്കളാ. മുന്നിലും ബാക്കിലും ഉണ്ടാകും നായ്ക്കൾ. ചെറിയ കുട്ടികളല്ലേ, പേടിച്ചു പോകും. നായയുടെ പുര കേൾക്കുമ്പോൾ തന്നെ അവർ പേടിച്ചോടും. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കിണറിൽ വീഴുകയായിരുന്നു ആ കുഞ്ഞ്. 9 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മക്കളൊക്കെ അബദ്ധത്തിലും അപകടത്തിലും പെട്ട് മരണപ്പെട്ടു പോവുകയാണ്. അതിനിടക്ക് നായകളുടെ ശല്യവും. പാനൂരിലാണ് സംഭവം, നിങ്ങൾക്കൊക്കെ അറിയുണ്ടോ? മണിക്കൂറുകളോളം നീണ്ട തിരച്ചിലിലാണ് ആ കുഞ്ഞിനെ കണ്ടെത്തിയത്. പാനൂർ ചേലക്കാട് പള്ളിക്ക് സമീപം മത്തത്ത് വീട്ടിൽ ഉസ്മാന്റെ മകൻ മുഹമ്മദ് ഫസലാണ് മരണപ്പെട്ടത്. കളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചതാണ്. വീടിനടുത്ത് പാടത്ത് മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ പോയതായിരുന്നു ഫസൽ. നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയല്ലേ, സ്കൂള് വിട്ടു വന്ന് ഭക്ഷണം പോലും കഴിക്കാതെ അവർ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകും. അങ്ങനെ പോയതാണ് ഈ മോൻ. കളി കഴിഞ്ഞ് തിരിച്ചു വരുന്നതും കാത്തു നിൽക്കുകയാണ് ഉമ്മ വീട്ടിൽ. സമയമേറെയായിട്ടും മകനെ കാണാതായപ്പോഴാണ് ഉമ്മ കുട്ടികളോടൊക്കെ ചോദിക്കുന്നത്. അപ്പോഴാണ് തെരുവനായെ കണ്ട് ഓടിയ വിവരം കൂടെ കളിച്ച കുട്ടികൾ പറയുന്നത്. അങ്ങനെയാണ് സമീപത്തുള്ള വീടുകളിലൊക്കെ തിരച്ചിൽ നടത്തിയത്. പിന്നീട് സമീപത്തെ കിണറുകളിലൊക്കെ ഇവർ നോക്കി. അങ്ങനെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ഉപയോഗശൂന്യമായ ഒരു കിണർ, ആൽമാരയൊന്നും ഇല്ലാത്ത ഒരു കിണർ. ആ കിണർ അവർ മൂടാനിരിക്കുകയായിരുന്നുവല്ലോ. ആ കിണറിലാണ് ഈ കുട്ടി നായയെ പേടിച്ച് ഓടി വീണത്. ഈ ആൾമാരയില്ലാത്ത കിണറുകൾ നിങ്ങളുടെ പരിസരത്ത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന അവിടെ കൊടുക്കണം. അത് കുട്ടികളെന്ന് മാത്രമല്ല, അത് മുതിർന്നവരും വീഴും.
ഓടുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ആൽമാരയില്ലാത്ത കിണറ് നമ്മൾ അറിയാതെ അതിൽ വീഴും. ഇന്നലെ രാത്രി 7:30 മണിക്കാണ് ഈ കുട്ടിയുടെ മൃതദേഹം കിട്ടുന്നത്. ഭക്ഷണം പോലും കഴിക്കാതെ കളിക്കാൻ പോയ മോന. നായകളുടെ ശല്യം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്താ ചെയ്യാൻ പറ്റാൻ നമുക്കൊക്കെ? നമ്മളിത് ചിന്തിക്കേണ്ടത് നമ്മുടെ മോനാണെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുക. നാട്ടിലുള്ള മക്കളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ശരിക്കും സങ്കടം വരും ആ കുട്ടികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. അതിനെന്താ ചെയ്യണ്ടേ അല്ലേ? പേടിയുണ്ടല്ലേ? ഇഷ്ടംപോലെ ആയിണ്ട്. ഒരു കുട്ടി പേടിച്ച് ഓടിയിട്ട് കിണറിൽ വീണിട്ടാവുള്ള ഒരു കുട്ടീനെ തുടക്ക് കടിച്ചു പറിച്ചു. രാത്രി ഒരാളെ കടിച്ചു. അപ്പൊ നിങ്ങൾ തന്നെ പറയും നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് കൊല്ലണം. നമുക്കൊന്നും നടക്കാൻ കഴിയുന്നില്ല, പോവാൻ കഴിഞ്ഞ മാസില് പേടിയാന്നല്ലേ? കാലിങ്ങനെ കുത്തിയാ കടിക്കാൻ വരും. സ്കൂളിൽ പോകുമ്പോ നമ്മള് സ്കൂളിൽ ഇട്ട് പോകുമ്പോ കൊറേ കുട്ടികൾ അതിന്റെ കുട്ടികൾ അതിനടുത്ത് കൊല്ലണം. അതിനെല്ലാം ഒന്നിക്ക് പിടിച്ചോണ്ട് പോണം. അപ്പൊ വീട്ടിൽ നിന്ന് ആരും കൊണ്ടാക്കിത്തില്ല? ഇവിടുന്ന് നിങ്ങൾ ആരെങ്കിലും ഓടിപ്പിച്ചാ? അന്ന് ഇവിടുന്ന് ആരോ ഏതോ കുട്ടി വീണിട്ടുണ്ടെന്ന് പറഞ്ഞ ഓടിച്ചിട്ട് അല്ലേ? തൊടന്റെ ഇത് പോയിരുന്നു പറഞ്ഞ. ഇത് നമ്മള് പറഞ്ഞിട്ടൊന്നും ഇവർ കേൾക്കുന്നില്ല. നിങ്ങൾ തന്നെ പറയും നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട്. നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി. ഈ മക്കളുടെ വാക്കെങ്കിലും നിങ്ങൾ തള്ളിക്കളയരുത് പ്ലീസ്. കുട്ടിയെ കിണറിൽ കണ്ടതോടെ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ മിടുക്കരായ നാട്ടുകാർ കുട്ടിയെ കിണറിൽ നിന്നും എടുത്തിരുന്നു. പാനൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് കുട്ടിയുടെ മൃതദേഹം നിലവിലുള്ളത്. പോസ്റ്റ്മോർട്ടത്തിനായി തലശ്ശേരിയിലെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം കുടുംബത്തിന് വിട്ടു നൽകുമെന്നാണ് പറഞ്ഞത്. കളി കഴിഞ്ഞു വരുന്നതും കാത്ത് ഭക്ഷണവും വിളമ്പി കാത്തു നിൽക്കുന്ന ഉമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതേ പോക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ നായ്ക്കൾ കൊന്നു തീർക്കും. അതിനു മുന്നേ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. കൊല്ലാൻ പറ്റില്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവർ, അതിനെ വളർത്തുന്നവർ അതിനെ സംരക്ഷിക്കണമെന്ന് വിനീതപൂർവം അറിയിക്കുകയാണ്. ഇതിനെ വേണ്ടവർക്ക് നമ്മൾ അങ്ങോട്ട് വീട്ടിലെത്തിച്ചു തരാം. നായ്ക്കളെ വേണ്ടവർക്ക് അങ്ങോട്ട് വീട്ടിലെത്തിച്ചു തരാം. പ്ലീസ്, ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കാണിച്ചു കൊടുക്കണം. ഞാൻ ഇതിനെതിരെ ഒരുപാട് വീഡിയോകൾ ഇട്ടതാ, ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഈ മക്കളുടെ വാക്കുകളെങ്കിലും നിങ്ങൾ തള്ളിക്കളയരുത് പ്ലീസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളാണ് മരണപ്പെട്ടത്. എല്ലാവരും ദുആ ചെയ്യണം. പുറത്ത് റബ്ബേ, റഹ്മുറാഹിമായ റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. ആ മോൻ്റെ ഖബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. പുറത്ത് റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ പെട്ടെന്നും പിടുങ്ങനെയും അല്ലാതെയും മരണപ്പെട്ടു പോവുകയാണ് റബ്ബേ. നമ്മുടെ മക്കളിൽ മേൽ നിന്റെ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ. പുറത്ത് റബ്ബേ, എത്ര മക്കളാണ് റബ്ബേ പെട്ടെന്നും പിടുങ്ങിനെയും അപകടത്തിലും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുന്നത്. നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഈ പൊന്നുമോന്റെ ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പുറത്ത് റബ്ബേ, നമ്മുടെ മക്കളെ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കളുടെ വേദന നീ കാണണേ റബ്ബേ. ഇന്ന് എത്ര മാതാപിതാക്കളാണ് റബ്ബേ ഖബറിന്റെ കരയിൽ നിന്നും കരയുന്നത് ഞങ്ങൾ കാണുന്നത്. പുറത്ത് റബ്ബേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ അങ്ങോട്ട് വിളിക്കല്ലേ റബ്ബേ. നമുക്ക് ഈ ജീവിതകാലം മുഴുവനും അത് സഹിക്കാൻ പറ്റില്ല റബ്ബേ, സഹിക്കാൻ പറ്റില്ല റബ്ബേ. നമ്മുടെ മക്കളെ ഒക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. ആ പൊന്നുമോൻക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ, സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. പുറത്ത് റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.
എല്ലാവരും ഈ മരണപ്പെട്ടു പോയ ഈ പൊന്നുമോനു വേണ്ടി ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. 5 നേരവും പടച്ച റബ്ബിനോട് ആഫിയത്തിന് ചോദിക്കുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.